അരൂർ മണ്ഡലത്തിലാണ് മണ്ഡലം ചുറ്റി മകളകൾ എന്ന് എത്തുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പോലും ഭാഗമല്ലാത്ത ഒരു വിഭാഗം വനിതാ തൊഴിലാളികളെ അരൂരിൽ 24 കണ്ടുമുട്ടി. കൂലി വർധന, ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയവയാണ് ഇവർ ജനപ്രതിനിധിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. പ്രിയതലക്ഷ്മിയും കൃഷ്ണ ചെറിയാനും അരൂരിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ-സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ, വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അരൂർ മണ്ഡലത്തിലെ പാണാവള്ളി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ചെമ്മീൻ പീലിംഗ് ഫാക്ടറി കണ്ടത്. അപ്പോൾ ഈ ചെമ്മീൻ പീലിംഗ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും ഒക്കെ ഈ ചേച്ചിമാർ എങ്ങനെയാണ് കാണുന്നത്, ഇവരുടെ ജീവിതത്തിലൊക്കെ എന്ത് മാറ്റം കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിച്ചു, ഇനി ഒരു മാറ്റം ആവശ്യമാണ്, അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം ചേച്ചി. എത്രയുണ്ട് ചേച്ചി ഇപ്പൊ കൂലി? കൂലിയാ 29 ദിവസം. ഒരു പാത്രം ചെമ്മീൻ കിളിയാ. ഒരു പാത്രം ചെമ്മീൻ. അപ്പൊ ഒരു ദിവസം എത്ര പാത്രം ചെമ്മീൻ കിള്ളും? അത് ചില ആളുകൾ 20 ടോക്കത്തിന് 10 തൂക്കം കിള്ളും, 15 തൂക്കം കിള്ളും, അങ്ങനെ കിള്ളും പോലെ കിട്ടും. എന്നാ ഇപ്പൊ ഇവിടുത്തെ ജോലി, നിങ്ങളുടെ ജീവിതം ഇതിലൊക്കെ സന്തോഷമാണോ? സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രക്കേ കൂലി കിട്ടില്ല. ബാക്കി എല്ലാത്തിനും കൂലി, അരിക്കും കപ്പക്കും എല്ലാത്തിനും കൂലി കിട്ടി, ഇതിന് മാത്രം കൂലി കൂട്ടിയിട്ടില്ല. ഒരു സൈഡ് വില നല്ലപോലെ കൂടുന്നുണ്ട്, പക്ഷെ കൂലി കൂടുന്നില്ല അല്ലേ? വേറൊന്നുമില്ല. നമുക്കൊരു ഭരണമാറ്റമൊക്കെ വരുമോ? ആ മാറ്റം വരുവാന്ന് നല്ലത് പ്രവർത്തനങ്ങളിലേ മാറ്റം വരുള്ളൂ. ചെമ്മീൻ കിള്ളിയാ ഞങ്ങളുടെ ജീവിതം നല്ലോണം പോകും. ചെമ്മീൻ ഉണ്ടാകണമെങ്കിലേ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് കഴിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇവിടെ പണിയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി തന്നെ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ വിധവയാണ്, അതുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്ന ഈ പണിയെടുത്തു പോകാൻ ജീവിക്കുന്ന ഞങ്ങള്. 2 വനിതാ സ്ഥാനാർത്ഥികളുണ്ട്, എന്താ അഭിപ്രായം? അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും വേണം. എല്ലാവരെയും വേണം, രാഷ്ട്രീയമില്ല. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയമാണോ നോക്കുന്നത്, അതോ ആളുകളെയാണോ നോക്കുന്നത്? അത് രാഷ്ട്രീയം നോക്കി ചെയ്യുള്ളൂ. ഓക്കെ, ചേച്ചിക്ക് പാർട്ടി ഉണ്ട്. ചേച്ചി എന്തുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ? നല്ല വിശേഷം. എല്ലാവർക്കും എല്ലാ പാർട്ടിയും വേണം. പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഏത് പാർട്ടിയാന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ PF, ES അങ്ങനെയുള്ള ഒരു ആനുകൂല്യം ഇല്ല. ഞങ്ങൾ ജോലി ചെയ്താൽ ജീവിക്കാം. നമുക്കൊരാപത്ത് വന്നാൽ ഇവിടുന്ന് അധികം സഹായങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോയിൽ കൊണ്ടുപോകും. പിന്നെ ഇവിടുത്തെ സൂപ്പർവൈസറിന് എന്തെങ്കിലും തരാൻ സന്മനസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രയല്ല, അതിൽ കഴിഞ്ഞ് ഒന്നുമില്ല. ഈ മണ്ഡലത്തിൽ മറ്റെന്തെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹിക്കും? മാറ്റം വരണം. എന്ത് മാറ്റം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ഉള്ളു. ഞങ്ങൾ കഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്. അപ്പൊ നല്ല ഭരണം വന്നാൽ നമുക്ക് നല്ലത്. നല്ല ഭരണമെന്ന് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്താ? എന്തൊക്കെ കാര്യങ്ങൾ വരണം? ലോകത്ത് സമാധാനം ഉണ്ടാകണം. അതുപോലെ ഞങ്ങൾ പീലിങ്ങാർക്ക് ഒരു ഇതുമില്ല. പീലിങ്ങുകൾ ചെയ്യൽ മാത്രം രോഗികളായ വീട്ടിൽ കിടക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ MLA ഭാഗത്തു നിന്നേ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? അത് എല്ലാ വർഷവും വരും, ഓരോ പരിപാടി പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ഞങ്ങൾ അപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും. അല്ല, MLA കണ്ട് സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഒന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.